ബുർജ് ഖലീഫിൻ്റെ ഉള്ളിൽ ഉള്ള വ്യൂസാണിത്. നടന്നു പോകുമ്പോൾ ഏഴ് ലെവല് 100 വരെ പണി ഫിനിഷ് ആയിട്ടുള്ളൂ. ഞാൻ 2006 ഗൾഫിൽ ആദ്യമായിട്ട് വന്നത്. അന്ന് ഇതിൻ്റെ കോലം എങ്ങനെയായിരുന്നു അല്ല, പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2008 കോലം. യെസ്, ലോകത്തിലെ തന്നെ വലിയ ലിഫ്റ്റിലേക്ക് ഞങ്ങൾ കടക്കാൻ പോകുന്നു. രണ്ടാൾ അവിടെ നിൽക്കുന്നുണ്ട്. ആണ് മക്കളെ ലിഫ്റ്റിൻ്റെ സ്പീഡ്. ലിഫ്റ്റ് അമ്മാരി വരെ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പിന്നെ ലിഫ്റ്റ് 15 എത്ര സെക്കൻഡ് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. വെൽക്കം ടു ദുബായ്. യെസ്, अपना टाइम आएगा. ഇങ്ങനെ വിളിച്ചാലേ കാണും അല്ലേ? ഇത് വിളിച്ചാൽ ഇങ്ങനെ കൊണ്ടുവച്ചാൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ലിഫ്റ്റ് ആയിക്കോ 124 അപ്പോൾ നമ്മളെ ടിക്കറ്റ് തരാം. മൊയ്ത് പെരയ്ക്ക് പോകാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബുർജ് ഖലീഫിൻ്റെ മേലൊന്ന് പോകാൻ വിളിക്കുക വല്ലാത്ത സംഭവം തന്നെയാണ്. അത്രത്തോളം കുടുംബത്തിനെ സ്നേഹിക്കുന്ന വേറെ ഒരുത്തൻ ഇതിലുണ്ടോ? ഓരോ നിമിഷവും അല്ല, നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. വാക്കുകൾ കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടാതെ സ്ക്രീന് എടുക്കില്ല, കാണാൻ പറ്റില്ല മറ്റേത്. മക്കളെ സഞ്ചാരിയും ടീമും അപ്പോൾ ബുർജ് ഖലീഫിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. അതാ സഞ്ചാരിയും കൂട്ടുകാരും ബുർജ് ഖലീഫിൻ്റെ മേലെ ഇതാ ദുബായ് അതാ താഴെ ആണ്ടാ. ഇനി ഇതാ മേലേക്ക് ഇതാ ബുർജ് ഖലീഫിൻ്റെ ബാക്കി ഒരു 124 നിലയിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ 120. ആ യെസ്, ഇവിടെ ഇതാ മറ്റുള്ള എല്ലാവരും ഇങ്ങനെ വന്ന് കണ്ടത്. ഇതാ നമ്മളെ ടീമൊക്കെ ഇവിടെ ഉണ്ട്. മൊയ്തു അതാ സീന് സിയാദ് ഇതാ. ഷിയാദ് ക്യാ ദിഖ്താ ഹൈ തും? അജിനാസ ഇതാ അജിനാസ് ഇതാ താഴത്തേക്ക് നോക്കി അന്തം വിട്ട് നിൽക്കണണ്ടാ. ഇനി ഒരാളും കൊണ്ടല്ലോ. അതാ അപ്പോൾ അതാ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ അതാ ഇവിടുന്ന് താഴത്ത് നോക്കുന്നു. കണ്ടോ ദുബായിൻ്റെ? ഓ മൈ ഗാഡ്, ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലാണുള്ളത്. ഈസ്റ്റ് അതൊക്കെ നമ്മൾ വീഡിയോയിലുണ്ടാവും. ദുബായിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ്. ബുർജ് ഖലീഫിൻ്റെ മേലെ നോക്കുമ്പോൾ ദുബായ് കാണുന്നത് ഇങ്ങനെ കേട്ടോ. വാ, ഓരോ ഏരിയയിൽ നിന്നുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഓരോ ബാൽക്കണീൻ്റെ ടൂറിസ്റ്റുകൾ ഒരുപാട്. ഇതാണ് ഏറ്റവും ടോപ്പിൽ ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരാം. ഇവിടെ വരെയാണ് നമുക്ക് കാണാനുള്ളത്. ഷാറൂഖ് ഖാനൊക്കെ താമസിക്കുന്ന ബിൽഡിങ്ങാണിത്. താഴത്തതാ ദുബായിൻ്റെ ഓരോ റോഡ്. വാ, എന്താ ഇത്? ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂള്, അവിടെ ആളുകളെ കുളിക്കണൊക്കെ. ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. അതിൻ്റെ മേലെ കയറാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഇമാർ പ്രോപ്പർട്ടീസ് അവിടെ നമുക്ക് എൻട്രി ഉണ്ടെന്നാവും. അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സ്വിമ്മിംഗ് പൂളിൽ ആളുകൾ കുളിക്കണ ഒരു ഇത് വ്യൂ ഇവിടുന്ന് കാണുന്നുണ്ട്. അത് ഒരുപാട് ദൂരമാണ്. ഇപ്പോൾ സൂം ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. വ്യൂ അപ്പോൾ ബുർജ് ഖലീഫിൻ്റെ മേലെ നിന്നുള്ള വ്യൂ.
ദുബായ് ബുർജ് ഖലീഫ. അപ്പോൾ നമ്മളെ സഞ്ചാരി ചാനലിൻ്റെ ഒരു യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ആ കാണുന്നതാണ് ദുബായ്, ആ കാണുന്ന ദുബായ്. ബുർജ് ഖലീഫൻ്റെ മേലെ നിന്നുള്ള ദുബായ്. മാഫി മുസ്കിൽ. അതാ കാണുന്നു അപ്പോൾ ദുബായ്. ഏതാ നമ്മളെ കാൽച്ചുവട്ടിൽ കൈ കൊണ്ടുകൊടുത്തു അല്ല, അതാണ് ദുബായിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത്. എന്താ സെറ്റപ്പ്, സീനിയർ. ഇത് വല്ലാത്തൊരു അനുഭവം തന്നെ കേട്ടോ. എവറിബഡി കാമാണ് ഇൻ ബുർജ് ഖലീഫ. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പർച്ചേസ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെയാണ് ഇത്. ഒരു കടകളുണ്ട്. ഈ ആകാശത്ത് നിന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവും. നേരെ ഇതാ പർച്ചേസിങ്ങിന് കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. നേരെ ഇപ്പുറത്ത് ദുബായിൻ്റെ ആകാശ വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന അതിലും അപ്പുറമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. संजारी 9379 चैनल में आपको देख सकता है. ബുർജ് ഖലീഫിൻ്റെ ഫോട്ടോ, ബുർജ് ഖലീഫിൻ്റെ തൊപ്പികൾ, ബുർജ് ഖലീഫിൻ്റെ ദുബായിൻ്റെ പിക്ചേഴ്സ്, ദുബായ് 2026 ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫോട്ടോ, ദുബായിൻ്റെ ഫോട്ടോ, പിന്നെ പേനകൾ 45 ദിർഹംസിൻ്റെ കപ്പ്, പിന്നെ ബുർജ് ഖലീഫിൻ്റെ കീ ചെയിൻ 35 ദിർഹംസിൻ്റെ ബോട്ടിൽ, പിന്നെ സ്റ്റീലിൻ്റെ ബുർജ് ഖലീഫ, വേറെ ചെറിയ ബുർജ് ഖലീഫ. അങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ ടീഷർട്ട്, ബുർജ് ഖലീഫിൻ്റെ ടീഷർട്ട്, ബുർജ് ഖലീഫിൻ്റെ ഗോൾഡൻ ബുർജ് ഖലീഫകൾ ഇഷ്ടം പോലെ, പിന്നെ ഗ്ലാസിൻ്റെ ബുർജ് ഖലീഫ, പിന്നെ ബുർജ് ഖലീഫിൻ്റെ ചെറിയ മോഡൽ. അങ്ങനെ ഇവിടെയൊക്കെ നിറച്ചും ബുർജ് ഖലീഫ. 85 ദിർഹംസൊക്കെയാണ് ഫോട്ടോ ഫ്രെയിം. ഗോൾഡൻ ബുർജ് ഖലീഫ. ദിസ് വൺ ഓൾസോ 30 AD. പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അത് കൊടുത്തോളൂ.